ഹമാസ് ബന്ദികളാക്കിയവരെ അടുത്ത കൊല്ലം 20-ാം തീയതിക്കകം വിട്ടയക്കണമെന്ന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മുന്നറിയിപ്പ്. ഇല്ലെങ്കിൽ അവർ കനത്ത വില നൽകേണ്ടി വരുമെന്നാണ് ട്രംപ് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപ് പറയുന്ന കനത്ത വില എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ഗുഡ് മോർണിംഗ് എസ് കെ. തീർച്ചയായിട്ടും അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഹമാസിനെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് നൽകിയിരിക്കുന്നത്. ഹമാസ് കഴിഞ്ഞ ഒക്ടോബർ 7-ന് തട്ടിക്കൊണ്ടുപോയവരിൽ പലരും ഇപ്പോഴും ഹമാസിന്റെ തടങ്കലിൽ തന്നെയാണുള്ളത്. ഈ തടങ്കലിലുള്ള അമേരിക്കൻ പൗരന്മാർ ഉൾപ്പെടെയുള്ളവരെ ഉടൻ വിട്ടയക്കണമെന്നാണ് ട്രംപ് ഇന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അടുത്ത മാസം താൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കുന്നതിന് മുമ്പ് തന്നെ ബാക്കിയുള്ള എല്ലാവരെയും ഹമാസ് മോചിപ്പിച്ചില്ലെങ്കിൽ പ്രതികാരം ചെയ്യുമെന്നാണ് വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുടെ ചരിത്രത്തിൽ ഇതുവരെ നൽകിയതിലുള്ള ഏറ്റവും വലിയ തിരിച്ചടി പ്രതീക്ഷിച്ചു കൊള്ളുവാനാണ് ട്രംപ് ഈ പ്രസ്താവനയിലൂടെ ഓർമ്മിപ്പിക്കുന്നത്. അമേരിക്കൻ പൗരനായ ഈ ഹമാസ് ബന്ദിയാക്കിയ ഒമർ ന്യൂട്ര കൊല്ലപ്പെട്ടതായിട്ട് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ തൊട്ടു പിന്നാലെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി വരുന്നത്. വേണ്ടി വന്നാൽ ഹമാസുമായി ഈ വിഷയത്തിൽ അമേരിക്ക നേർക്കുനേർ ഏറ്റുമുട്ടും എന്നൊരു സൂചനകളാണ് ഇത് നൽകുന്നത്. ഈ 21 വയസ്സായിരുന്നു ഈ ഉണ്ടായിരുന്നത്. ഇസ്രായേൽ സൈന്യത്തിലൊക്കെ സേവനം അനുഷ്ഠിച്ച ഒരു ചെറുപ്പക്കാരനായിരുന്നു. അമേരിക്കയുടെ കണക്കുകൾ പ്രകാരം ഇതുവരെ 48 അമേരിക്കൻ പൗരന്മാരാണ് ഹമാസിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ അമേരിക്കയുടെ വിദേശ നയങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള സൂചനകൾ കൂടിയാണ് ഈ അടുത്ത ദിവസങ്ങളിലായി ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് വരുന്ന പ്രസ്താവനകൾ. മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ചില കാര്യങ്ങളിലൊക്കെ വളരെ നിശ്ചിതമായ നിലപാടുള്ള നേതാവാണ് ഡൊണാൾഡ് ട്രംപ്. അധികം അമേരിക്കൻ പ്രസിഡന്റിൻ്റെ കസേരയിലേക്ക് കയറുന്നതോടെ ലോകത്തിലെ അന്തർദേശീയ രാഷ്ട്രീയത്തിന് ദിശാമാറ്റം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല.